എല്ലാവർക്കും നമ്മുടെ ഡ്രീം ഓഫ് ജിബൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പീച്ചിങ്ങ തോരനാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. നമ്മുടെ പീച്ചിങ്ങ നമുക്ക് പറിച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ നല്ല ഫ്രഷ് പീച്ചിങ്ങ 2-3 പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണം. ആദ്യമേ ഇതിൻ്റെ പുറത്തെ ഈ നാര് പോലെ ഇരിക്കുന്നതാണ് നമ്മൾ ആദ്യമേ കളയാൻ പോകുന്നത്. അതിന് കുറച്ച് കട്ടി ഉണ്ടാവും, മറ്റുള്ളതിനൊന്നും അത്ര കട്ടി ഉണ്ടാവില്ല. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ പുറത്തെ ആ നാര് പോലെ ഇരിക്കുന്നതൊന്ന് ചീകിയെടുക്കാം. ഭയങ്കര സോഫ്റ്റ് ആയതാണ് കേട്ടോ, അതുകൊണ്ട് പതുക്കെ നമ്മൾ ഇതുപോലെ ചെത്തിക്കളയാം, അല്ലെങ്കിൽ ചുരണ്ടി വേണമെങ്കിലും നമുക്ക് കളഞ്ഞെടുക്കാം. ഇതുപോലെ കത്തി കൊണ്ട് ആ നാരുള്ള ഭാഗത്ത്, ഷാർപ്പായ ഭാഗത്ത് ഇതുപോലെ ചുരണ്ടി വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പം 2 രൂപത്തിലും നമുക്കിത് കളയാം. പക്ഷേ നമ്മൾ ഇതുപോലെ ചുരണ്ടി കളയുമ്പോൾ അത് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഇതുപോലെ ചുരണ്ടി കളയണം. അപ്പം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ആദ്യമേ കഴുകിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ചുരണ്ടി കളഞ്ഞതിന് ശേഷം ഒന്നുകൂടി നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ പീച്ചിങ്ങയൊക്കെ നമ്മളിവിടെ ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള കൂടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. ഇനി നമുക്ക് പീച്ചിങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ അകത്തെ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ദശയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം കൂടി നമുക്ക് അരിഞ്ഞ് ചേർക്കാം. ഇത് മൂക്കാത്തതായതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അകത്തെ ഫുള്ളും നമ്മൾ അതുപോലെ അരിഞ്ഞെടുക്കുന്നത്. മൂത്തതാണെങ്കിൽ അതിൻ്റെ അകത്ത് കുരു ഉണ്ടാവും, ചിലതിൽ ഒരുപാട് കുരു ഉണ്ടാവും. അപ്പം നമുക്കത് എടുക്കാൻ പറ്റില്ല. ഇതുപോലുള്ള ചെറുതിലൊക്കെ ആണെങ്കിൽ കുരുവൊന്നും ഉണ്ടാവില്ല. അവിടെ ഇവിടെ കുഞ്ഞു കുഞ്ഞ് ചെറിയ കുരുക്കളേ ഉണ്ടാവുള്ളൂ. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. മൂത്തതാണെങ്കിലേ എടുക്കാൻ പറ്റാത്തതുള്ളൂ. അത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ പുറത്തെ തൊലി മാത്രം നമുക്ക് ഇതുപോലെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ പീച്ചിങ്ങ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ മൂത്തതിൻ്റെ കട്ടിയുള്ള ഭാഗം അരിയുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ വേറൊരു പീച്ചിങ്ങ ഞാൻ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് കട്ടിയുള്ളതായിരുന്നു. അപ്പോൾ അതിലുള്ള കുരുവാണിത്. അപ്പം നമുക്കിത് എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് അരിയാനായിട്ട്. അപ്പം നിങ്ങൾ മാർക്കറ്റിലൊക്കെ പോകുമ്പം വലിയത് നോക്കി വാങ്ങാതിരിക്കുക. ഇതുപോലുള്ള ചെറുത് അധികം മൂക്കാത്തതുണ്ടെങ്കിൽ വണ്ണം കുറവുള്ളത് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കണം കേട്ടോ. മൂത്തതിൽ നിറച്ച് കുരുവായിരിക്കും. എന്താ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ കണ്ടോ, ഇതിൽ മുഴുവനും കുരുവാണുള്ളത്. അപ്പം നമുക്കിതിൻ്റെ അകത്തെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ തോൽഭാഗം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മൊത്തം നമ്മൾ കളയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികം മൂക്കാത്തത് നോക്കി നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോഴോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ നോക്കി നിങ്ങൾ എടുക്കാൻ പറയണത്. അപ്പം നമുക്ക് ഇത്രയും വേസ്റ്റ് ആവുകയാണ്. പീച്ചിങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവോള അതുകൂടി നമ്മളിതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടി നോക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കൊരു അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ ചിരവിയത് ഒരു ബൗളിൽ എടുത്ത് വെക്കാറാണ് കേട്ടോ പതിവ്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് കുറേശ്ശെ എടുത്താൽ മതിയല്ലോ. സമയക്കുറവുള്ളവരൊക്കെ ഇതുപോലെ ഒരു ബൗളിൽ തേങ്ങ ചിരവിയതൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം കുറേശ്ശെ എടുത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, സമയം ലാഭിക്കുകയും ചെയ്യാം. അപ്പം ഞാനിവിടെ അരമുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി തന്നെയാണ്. ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2-3 വെളുത്തുള്ളി അല്ലിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ. അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങയിലേക്ക് ഒരു 2 പച്ചമുളക് കൂടി നമുക്ക് അരിഞ്ഞ് ചേർക്കാം. ഇനി പീച്ചിങ്ങ തോരൻ തയ്യാറാക്കാം. ഒരു കടായി ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം 1 സ്പൂൺ കടുക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി വന്നു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പീച്ചിങ്ങയിലൊക്കെ നല്ല പ്രോട്ടീൻ ഉള്ളതാണ് കേട്ടോ. ഈ പച്ചക്കറിയൊക്കെ നല്ല നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്.
അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. ഇപ്പം മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ വിത്തൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എല്ലാ മാർക്കറ്റുകളിലും മിക്കവാറും കിട്ടാറുണ്ട്. നമ്മളൊക്കെ അതുപോലെ വാങ്ങിച്ച് നമ്മൾ നട്ടതാണ്. കറിവേപ്പില ആദ്യം ഇടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പില ഒന്ന് കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് അതിലിട്ട് കൊടുക്കാം. അപ്പോഴാണ് ആ കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ വരുള്ളൂ. ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ കറിവേപ്പില ഒന്നും ഇടാത്തത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ 1-2 പ്രാവശ്യം മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വേവുന്നതാണ് ഈ പീച്ചിങ്ങ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്നുകൂടി അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നേരത്തെ കുറച്ച് ഉപ്പുനീര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ പീച്ചിങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അതുപോലെ തയ്യാറാക്കി നോക്കുക. കാണുമ്പോൾ നല്ല ഒരു ഷാർപ്പായിട്ട് തോന്നുമെങ്കിൽ ഇത് തോരൻ വെച്ച് കഴിയുമ്പോൾ വളരെയധികം നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.